ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ള ഷെഫീഖ് ബ്രോ ആണ്. 15 വർഷമായി പ്രവാസി ജീവിതം നയിക്കുന്ന ഷെഫീഖ് ബ്രോന്റെ എക്സ്പീരിയൻസിൽ നമുക്ക് കുറച്ച് അറിഞ്ഞാലോ. 5 ചോദ്യങ്ങൾ ഷെഫീഖ് ബ്രോയിനോട്. ഓക്കെ, പ്രവാസിയാകാൻ തീരുമാനിച്ച ആ മൊമെന്റ് ഓർമ്മയുണ്ടോ? എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ആ ഒരു നിമിഷം? 2012 അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കുറച്ച് മുന്നേ എൻ്റെ പഠിത്ത കോഴ്സൊക്കെ കഴിഞ്ഞ ശേഷം ആ സറൗണ്ടിങ്സ് എന്തായാലും ഇങ്ങോട്ടുള്ള വരില്ലായിരുന്നു. എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രവാസിയാണ് നമ്മളെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, മനസ്സോട് ആദ്യം പ്രിപ്പയർഡ് ആയിരുന്നു അങ്ങോട്ട് വരണം എന്നുള്ള കാര്യം. എന്തായാലും പ്രവാസിയായതിനു ശേഷം നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? ലൈഫിൽ പഠിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് പേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നാടെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. നാടിൻ്റെ ഒരു ഫീൽ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. അതാണ് ഏറ്റവും വലിയ ഒരു ഇത്. ജീവിതം കൊണ്ട് നേടിയ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യവും ഏറ്റവും സങ്കടം തോന്നിയൊരു നിമിഷവും ഏതാണ്? ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒന്നും മുതൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു ഓൺ ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. അത് അൽഹംദുലില്ലാ 2019 അത് സാധിച്ചു. അതാണ് ഏറ്റവും സന്തോഷമായ കാര്യം. പിന്നെ സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ എന്താ പറയുക, ഉമ്മാൻ്റെ മരണം. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു, എൻ്റെ അനിയനിക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. കാരണം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അന്ന് പിന്നെ കോവിഡൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റക്കായി പോയി. ഷെഫീഖ് ബ്രോ ഒരു സൗഹൃദത്തിന് ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. ഈ പ്രവാസി ജീവിതത്തിൽ സൗഹൃദം എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ നാട്ടിലെ സൗഹൃദവും പ്രവാസി സൗഹൃദവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് അനുഭവപ്പെടുന്നത്? സൗഹൃദങ്ങളാണ് നമ്മളെ പ്രവാസത്തെ ഇവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ ഒന്നിൻ്റെ ശേഷം ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയത്. ഒരുപാട് ചേരുവ നമ്മൾ റൂമിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും പുറത്താണെങ്കിലും സൗഹൃദങ്ങളാണ് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തുന്നത് ശരിക്കും. പിന്നെ നാട്ടിലെ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ അറിയാമല്ലോ നമ്മൾ കൂടുതൽ നിൽക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ സൗഹൃദങ്ങളാണ് നമ്മൾ എന്താ പറയുക, ഓരോ ദിവസവും നമ്മൾ പിന്നെ ഔട്ടിങ്ങിന് പോകുന്നതും, അതേപോലെ റൂമിൽ നമ്മളെ ഓഫീസ് പിന്നെ സ്ട്രെസ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കുന്ന ഇപ്പോഴത്തെ സൗഹൃദങ്ങളാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, ഒരു പ്രവാസിക്കും നിൽക്കാൻ കഴിയില്ല. സൗഹൃദങ്ങളാണ് എല്ലാം. നോമ്പ് കാലമാണല്ലോ ഇപ്പോൾ, അപ്പോൾ അതിനെ വെച്ച് ഒരു ചോദ്യം ചോദിക്കാം. നാട്ടിലെ നോമ്പും ഇവിടുത്തെ നോമ്പും തമ്മിൽ വ്യത്യാസം പറയുമോ? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എവിടുത്തെ നോമ്പായിരിക്കും? രണ്ടും രണ്ട് തരത്തിലാണ്. നാട്ടിലായാലും ഇവിടെ ആയാലും എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെയാണ്. യുഎയിൽ ഒന്നിൻ്റെ ശേഷമാണ്. കാരണം ഞാൻ 2 നോമ്പാണ് ആകെ നാട്ടിൽ കൂടിയിട്ടുള്ളൂ. ഇവിടെ ഈ പ്രവാസിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ നോമ്പ് കാലം ഭയങ്കര രസമാണ്. റൂമിലായാലും നമ്മൾ അത്താഴം, നോമ്പ് തുറ, അതൊക്കെ ടെൻറ്റിലായിരുന്നു നമ്മൾ ആദ്യം പോയിട്ടുണ്ട്. അതൊരു ഫീലായിരുന്നു. ഇപ്പം നമ്മൾ റൂമിൽ തന്നെയാണ്. പക്ഷേ അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ. നാട്ടിൽ വേറൊരു വൈബാണ് നമ്മൾ ആ ഒരു കാലത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ എത്ര ഇതുണ്ടെന്ന്. നമ്മൾ ചെറുപ്പകാലത്ത് നാട്ടിൽ ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും ഇവിടെയാണ് നോമ്പ് കാലം എൻജോയ് ചെയ്യണം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നോമ്പ് കാലത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമായിരുന്നു. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. എന്നാലും ഒരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിദേശത്ത് പോകുന്നുണ്ട്. ഇനിയും കുറെ പുതിയ തലമുറകളൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു ഉപദേശം അല്ലെങ്കിൽ മെസ്സേജ് ആണ് കൊടുക്കുക? അത് സിമ്പിളാണ്, ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ലക്കും കൂടെ ഉണ്ടെങ്കിൽ സക്സസ് ആവും. സിമ്പിൾ. അപ്പോൾ അടിപൊളി, നോമ്പ് കാലം അടിച്ചു പൊളിക്കും. ഓക്കെ.